അൻവറിന് ഓന്തിന്റെ സ്വഭാവമാണ്. നിന്ന നിൽപ്പിൽ കാല് മാറാനും നിലപാട് മാറ്റുവാനും കഴിവുള്ള ഒരാൾ. അതിന്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം. എങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്? നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ തിരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം പോളിംഗ് സ്റ്റേഷനിൽ വെച്ച ആര്യാടനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് കയ്യും കെട്ടി മാറി നിന്ന അൻവറിൻ്റെതാണ്. ഇനി റിസൾട്ട് വന്നതിന് ശേഷം അന്നേ ദിവസം വൈകുന്നേരത്തെ അൻവറിന്റെ ഒരു പ്രതികരണം കാണാം. ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത്. ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിപൂർണ പിന്തുണ കൊടുക്കും. ഇതിനെന്താ തർക്കം? എല്ലാ നിരക്കിലെ പിന്തുണ കൊടുക്കും. വ്യക്തിപരമായും കൊടുക്കും, രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ 100% സപ്പോർട്ട് നമ്മൾ കൊടുക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വന്നിരിക്കുന്നു. 20,000 സംതിങ് 42 എന്തോന്ന് പറയുന്നു. ഈ വോട്ടിൽ സന്തോഷമാണ്? പൂർണ്ണമായും സന്തോഷമാണ്. മാത്രമല്ല മറ്റു വോട്ട് അവിടെ UDF വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻറ്റി പിണറായിസം ഉണ്ട് എന്നാണല്ലോ എൻ്റെ വാദം. അതുണ്ടെന്ന് വളരെ വ്യക്തമാണല്ലോ. എൻ്റെ രാജി അതിന് വേണ്ടിയിരുന്നല്ലോ. ആ രാജി ഫലപ്രദമായി. കേരളത്തിലെ ജനങ്ങൾക്ക് ആൻറ്റി പിണറായിസം തന്നെയാണ് കേരളത്തിൽ എന്ന റിസൾട്ടാണ് ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കി. എനിക്ക് കിട്ടിയ വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും കൂടെ ചേർത്ത് ആ ക്രോസ് വോട്ട് പോയ 10,000 കൂടെ ചേർക്കുന്നതാണ് വോട്ട്. അതാണ് ആൻറ്റി പിണറായിസത്തിൻ്റെ വോട്ട്. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. ബട്ട് അത് സെപ്പറേറ്റഡ് ആണെങ്കിലും അത് എഴുതി കൂട്ടിയാൽ അതാണ് ആൻറ്റി പിണറായിസം. 40,000 വോട്ടിനല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞ വ്യത്യാസം. ഈ വന്ന വോട്ടുകളൊക്കെ അങ്ങോട്ട് പോകണ്ടല്ലേ? UDF സ്ഥാനാർത്ഥിക്ക് പോകണ്ടല്ലേ? അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പം ഇല്ല. മറ്റൊന്ന്, കൂടുതൽ വോട്ട് 19,760 വോട്ടാണ് പോസ്റ്റൽ വോട്ട് കൂട്ടാതെ അവസാനം ലഭിച്ച കണക്ക്. 20,000. ഈ വോട്ട് ശരിക്കും പൂർണ്ണമായും LDFന്റെ വോട്ടുകളായിരുന്നു. അല്ല, മഹാഭൂരിപക്ഷം LDFന്റെ വോട്ടായിരുന്നു. ഒരു 95% അതിൽ തർക്കമൊന്നുമില്ല. അതാണ് അതിൻ്റെ വസ്തുത. സത്യത്തിൽ PV അൻവറിന്റെ സാന്നിധ്യം, PV അൻവർ മത്സരിച്ചത് UDF സ്ഥാനാർത്ഥിയെ UDFനെ സഹായിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഉറപ്പല്ലേ? അതുതന്നെയല്ലേ റിസൾട്ട് ഓറിയൻറ്റഡ് ആണല്ലോ ഇലക്ഷൻ. നമ്മളീ നടത്തിയ അത്യധ്വാനം UDFനെ സംബന്ധിച്ചും കേരളത്തിലെ എന്താ പറയുക ജനങ്ങളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ലേ. മറ്റൊന്ന്, ഒരു ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ പറഞ്ഞു. 10,000 വോട്ട് UDFന്റെ വോട്ട് M സ്വരാജിലേക്ക് മറിച്ചു. ഇത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ഉറച്ച് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മറിച്ചതാണ്. അതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. ഞാൻ വെറുതെ ആകാശത്തേക്കൊരു വെടിവെച്ചതല്ല. അതവിടെ നടന്നിട്ടുണ്ട്. ആ നടന്ന വോട്ട് കൂടി ഒന്നുകിൽ എനിക്കോ അല്ലെങ്കിൽ ഷൗക്കത്തിനോ പോയിരുന്നെങ്കിൽ പോലും സ്വരാജ് എന്ന് പറയുന്ന CPMന്റെ പിണറായിയുടെ സ്ഥാനാർത്ഥി 45,000 വോട്ടുക്ക് കൂപ്പൂത്തായിരുന്നു. അതുകൊണ്ട് അത് UDF ലീഡർഷിപ്പ് അന്വേഷിക്കട്ടെ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. അതൊക്കെ വിട്ടേക്ക്. മറ്റൊന്ന്, ഈ UDF സഹകരണവുമായി ബന്ധപ്പെട്ടപ്പോൾ UDF നേതാക്കൾ, KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവെല്ലാം അനുകൂലമായ ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഇനിയും ചർച്ചയാവാം, വാതിലടച്ചിട്ടില്ല. PV അൻവർ അത്തരം ഒരു ചർച്ചയ്ക്കും സഹകരണത്തിനും ഇപ്പോഴും തയ്യാറാണ്. അല്ല, എനിക്കിതിൽ വ്യക്തിപരമായിട്ടൊരു ലാഭത്തിനല്ല. ഞാൻ എല്ലാം നഷ്ടം സഹിച്ച ആളാണ്. ഇനിയും നഷ്ടം സഹിക്കാൻ ആളാണ്. ഞാനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ നടത്തിയ പ്രസ് മീറ്റിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈ മലയോര വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ PSCയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളാണ് ഉന്നയിച്ചത്. അത് പറഞ്ഞിട്ടുണ്ട്. അത് UDF ആലോചിക്കട്ടെ. അതിന് ഒരു നിലപാടിലേക്ക് UDF വരാൻ ഒരു പ്രയാസമില്ല. UDF വരേണ്ട ഒരു 3,000 കോടിയാണ്. ഈ 1.5 കോടി കേരളത്തിൻ്റെ പകുതി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ വെറും 3,000 കോടി രൂപ ഉണ്ടായാലും തീരുന്നതാണ് 99.9%. അങ്ങനെ ഒരു തീരുമാനം UDFന് എടുക്കാൻ എന്താ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പോരാട്ടം നടത്തുന്നത്. അത് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അവരായിട്ട് സഹകരിക്കാൻ എന്താ പ്രശ്നം? ചില ഘടകങ്ങളിലാണ്. തെരഞ്ഞെടുപ്പാണ്. ആളുകളുടെ മനോഗതം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മനോഗതം പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ചിലപ്പോൾ മാറും. മനസ്സിലായില്ലേ? കാരണം ഇതാകെ മൊത്തം ഒരു വൈബ്രേറ്റിംഗ് സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ തീരുമാനിക്കണം എന്നറിയാത്ത 10,000 കണക്കിന് വോട്ടർമാരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ പോളിംഗ് ബൂത്തിൽ കയറുമ്പം അവർക്ക് ഉണ്ടായ ഒരു മാനസിക എന്താ പറയുക തോന്നലിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് മേ ഹാപ്പൺ. എന്നാലും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ തന്നെ 2,000, 3,000, 4,000, 5,000 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു 7,000-ലൊക്കെ എത്തുമ്പോൾ 20,000+ എത്തിയില്ലേ?
അത് തന്നെ നമുക്ക് വിജയമല്ലേ. എന്നുവെച്ചാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിയിലേക്ക് പോയി, തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയിലേക്ക് പോയി എന്നാണ് കണക്കാക്കുന്നത്. ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, പല മാനസികാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താനും പറയാനും ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല, അതിൻ്റെ പ്രവർത്തകരും ഉണ്ടായിട്ടില്ല. ഞാനൊരു ഇലക്ഷന് പോലും സജ്ജമില്ലാതെ, ഒരു ചിന്ത പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ആകെ ഒരാഴ്ചയാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ മെൻ്റൽ വൈബ്രേഷൻ്റെ ഭാഗമായിട്ട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. മറ്റൊന്ന്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന മുൻ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ട സഹായവും സഹകരണവും താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും? പരിപൂർണമായിട്ടുണ്ടാവും. ആ മണ്ഡലത്തിലെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്തത്. ആ മണ്ഡലത്തിലെ തുടർ പ്രവർത്തനങ്ങളും അവിടുത്തെ ഡെവലപ്മെൻറ്റ്സും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് പരിപൂർണ പിന്തുണ കൊടുക്കും. ഇതിനെന്താ തർക്കം? എല്ലാ നിരക്കിലെ പിന്തുണ കൊടുക്കും. വ്യക്തിപരമായും കൊടുക്കും, രാഷ്ട്രീയപരമായിട്ടും കൊടുക്കും. കാരണം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ജനങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ. നിന്ന നിൽപ്പിൽ അൻവർ തന്റെ കാഴ്ചപ്പാടും നിലപാടും മാറ്റിയത് നിങ്ങൾ കണ്ടല്ലോ. അൻവറിനെ UDF എടുക്കുമോ എടുക്കാതിരിക്കുമോ അതെല്ലാം അവരുടെ വിഷയം. പക്ഷേ ഇങ്ങനെ അവനവൻ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധ്യമില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതാണ് നല്ലത്. മേച്ചിൽപ്പുറങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്ന ഒരു തരം സ്വഭാവം. അൻവറിന് വേണ്ടിയിരുന്നത് ഭരണം ഉറപ്പിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുക മാത്രമാണ്. പറ്റിയാൽ ഒരു മന്ത്രിക്കുപ്പായം കൂടി നേടിയെടുക്കുക. അതാണല്ലോ ആദ്യം ഇടതുപക്ഷത്തിനോടൊപ്പം പിണറായിസം കേരളം മടുത്തുവെന്ന് തോന്നിയപ്പോൾ ഇനി UDF സർക്കാർ എന്ന് ഉറപ്പിച്ചപ്പോൾ അവിടെ നിന്നും പടിയിറങ്ങി കോൺഗ്രസ് മേച്ചിൽപ്പുറം കണ്ടെത്താൻ നോക്കിയതും. എന്തായാലും നിന്ന നിൽപ്പിൽ വാക്ക് മാറ്റി പറഞ്ഞ അൻവർ എന്തായാലും MLA ആകാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല മത്സരിച്ചത് എന്നുറപ്പാണ്. അടുത്ത സർക്കാരിൽ ഒരു മന്ത്രി കസേര, അത് മാത്രമാണ് വേണ്ടത്. അതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത്.